എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ തമ്മിലുള്ള എനർജി നോക്കും. രണ്ടാമത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ്, പിന്നെ നിങ്ങൾക്ക് അവരോടുള്ള ഫീലിങ്സ് എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ എന്താണ് വരാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിന് മുമ്പ് ഓറക്കിൾ മെസ്സേജ് നോക്കും, അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ജപമാലകൾ 1, 2, 3 കേട്ടോ. ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾക്കപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. ആദ്യത്തെ ജപമാല സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ആദ്യം ചെയ്യുന്നത്. 2, 3 അത് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഓക്കെ, ഓറക്കിൾ മെസ്സേജസ് വന്നേക്കുന്നത് 1 മിസ്യൂസ് ഓഫ് പവർ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അധികാരങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ അത് ദുരുപയോഗം ചെയ്യരുത്. ആൾക്കാരുടെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം. അതാണ് ഒരു കാർഡ്. രണ്ടാമത്തത് നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾക്കൊരു കൺട്രോളില്ല ഇമോഷൻസിൽ, ഇമോഷണൽ കൺട്രോൾ വെക്കണം. പിന്നെ നിങ്ങളൊരു ക്രോസ് റോഡിലാണ്. അപ്പോൾ നിങ്ങൾ ശരിയായ പാത കണ്ടുപിടിക്കാനായിട്ട് ദൈവത്തിൻ്റെ സഹായം നോക്കണം. പിന്നെ ഉള്ളത് ചേഞ്ചാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ലതായതും ചീത്തയായതുമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ ഇടയുണ്ട്. പക്ഷേ എന്താണെങ്കിലും നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഇത്രയുമാണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ്. അപ്പം നമുക്ക് ആദ്യം ഓവറോൾ എനർജി നോക്കാം. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള എനർജി എന്താണ്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള എനർജി എന്താണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള എനർജി ഇവിടെ ഭയങ്കര സങ്കടം, ആരുടെയൊക്കെയോ ഡ്രീംസ്, ഭയങ്കര ഒരു ഡ്രീമായിരുന്നു ഈ ജീവിതം. ഭയങ്കര ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടിയൊരു ജീവിതമാണ്. പക്ഷെ അത് തകർന്ന് തരിപ്പണമായ പോലെ 10 ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നേക്കുന്നത്. എന്തുകൊണ്ടാണത്? 10 ഓഫ് കപ്സ് റിവേഴ്സാണ്. എല്ലാ ഡ്രീംസും തരിപ്പണമായി. വീട്ടിൽ ഒട്ടും മനസ്സമാധാനമില്ല, സന്തോഷമില്ല, രണ്ടുപേര് തമ്മിൽ ഒട്ടും ഹാപ്പി അല്ല എന്നാണ് കാണിക്കുന്നത്. 2 ഓഫ് വൺ, പ്ലാനിങ്. എന്തിനാണ് പ്ലാൻ ചെയ്യുന്നത്? എംപറർ. അപ്പോൾ ഒരാളുടെ ഇഷ്ടത്തിനും അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. മറ്റേയാളുടെ ഇഷ്ടത്തിനൊന്നും ഒരു വിലയില്ല ഇവിടെ, മനസ്സിലായി? എല്ലാം ഒരാൾ പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു എംപററാണ് എന്ന് വെച്ചാൽ ഞാൻ വഴിതെളിക്കുന്ന വഴിയെ പോയാൽ മതി ആൾക്കാർ. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം എന്നോട് പറയണ്ട, ഞാനാണ് ഇവിടെ ചിലവ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണെങ്കിലും ഈ പേഴ്സൺ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു വലിയ സ്വേച്ഛാധിപതി പോലെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഏരീസ് സോഡിയാക് സൈനാണ് ഇവിടെ, സ്ട്രോങ് ആണിത്. ഓക്കെ, അപ്പോൾ ഒരാൾ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ്, മറ്റേ ആൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നു, ഒട്ടും ഹാപ്പി അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ? നിങ്ങളെപ്പോഴും റിലേഷൻഷിപ്പിൽ തന്നെയാണ്, എന്നാലും ഇങ്ങനെ ഒരു ലൂസായിട്ട് പിടിച്ചേക്കുക എന്ന് വെച്ചാൽ ചേർത്ത് പിടിച്ചേക്കുകയല്ല നിങ്ങൾ റിലേഷൻഷിപ്പിനെ. നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഒരു വേൾഡ് റിവേഴ്സാണ് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഇവിടെ നിന്ന് പോകണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കാനുള്ള ധൈര്യമില്ല. അങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾ, അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത പോലെ.
4 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ആർത്തി, പൈസയ്ക്ക് ആർത്തിയുള്ള പോലെ ഒരു എനർജി. നിങ്ങൾക്കാണോ പൈസയോട് കൂടുതൽ ഇതുള്ള? ഇവിടെ ഡെവൽ എനർജി വന്നിട്ടുണ്ട്. ഡെവൽ എന്ന് പറഞ്ഞാൽ ഒബ്സഷൻ, അഡിക്ഷൻ. അപ്പോൾ എന്തിനോടോ അഡിക്ഷൻ ഉണ്ട്, ഭയങ്കര ആർത്തി എന്തിനോടോ. അപ്പോൾ ഈ പേഴ്സണോടാണോ ഒബ്സഷൻ ആണോ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള എന്തോ ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് ഭയങ്കര അഡിക്ഷനാണ്. അപ്പോൾ 3 ഓഫ് കപ്സും ഇത് രണ്ടും അപ്രൈറ്റ് ആണ്, ഇത് രണ്ടും റിവേഴ്സാണ് വന്നത്. നൈറ്റ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇത്. പക്ഷേ ഇവിടെ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല, കാരണം ഇവിടെ അടിച്ചമർത്തി വെച്ചേക്കുന്ന പോലെ. അതുപോലെ തന്നെ 3 ഓഫ് കപ്സ് റിവേഴ്സാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ടാണോ നിങ്ങളിവിടെ ഒരു പിടിച്ചില്ല എന്ന പറ്റില്ല നിൽക്കുന്നത്? ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്, പക്ഷെ അവിടെയും ഷുവർ അല്ല എന്താണ് അത്, ശരിക്കുമാണോ അത് റിലേഷൻഷിപ്പിലേക്ക് വരൂ, ഇതൊന്നും തീർച്ചയില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ അതാണ്. അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻസ് കാണിക്കുന്നത് സ്ട്രോങ് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, കാപ്രിക്കോൺ, ഇത്രയുമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടി ഒരു റിലേഷൻഷിപ്പ് നോക്കിയിട്ട് അതും നടന്നില്ല നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളിവിടെ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? 9 ഓഫ് വാണ്ട്സ് റിവേഴ്സാണ്. ഈ പേഴ്സൺ വിട്ടു പോകാൻ റെഡിയാണ്. ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഈ ഒരു എന്താ പറയുക, ഇതെന്ന് വെച്ചാൽ നമ്മൾ നേരെയാണെങ്കിൽ വരണമെങ്കിൽ നമ്മളിത് മുറുക്ക പിടിച്ചിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ പിടിച്ച് നിൽക്കണം. പക്ഷേ ഈ പേഴ്സണ് നിങ്ങളുടെ ലൈഫിലുള്ള പേഴ്സണ് ഇതിൽ പിടിച്ച് നിൽക്കണം എന്നില്ല. നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ എന്ന് അറിയില്ല, എന്തായാലും ഇവിടെ പിടിച്ച് നിൽക്കണം എന്നില്ല ഈ പേഴ്സൺ ഒരു ഡിഫെൻസീവാണ് എപ്പോഴും. അതുപോലെ അത് ഫൈറ്റ് ചെയ്ത് ഒരു ക്ഷീണിച്ച പോലെ, അവശനായ പോലത്തെ ഒരു സിറ്റുവേഷനിലാണ്. 10 ഓഫ് പെൻറ്റിക്കിൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതാണ് ഈ പേഴ്സൻ്റെ പ്ലാൻ. അതാണ് നമ്മൾ കണ്ടത്. ഇവിടെ 2 ഓഫ് സ്വേർഡ്സും ഇവിടെ ചോയ്സ് എടുക്കാനാണ് ഈ പേഴ്സൺ. ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇതിലാണ്. 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ പേഴ്സണ് വേണ്ടത് കേട്ടോ. വളരെ ഹാപ്പി സാറ്റിസ്ഫൈഡ് ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇവിടെ ഒരു എല്ലാ ഡ്രീംസും ഇത് തകർന്നടിഞ്ഞ പോലെയാണ് കണ്ടത്. ഇവിടെ ഒരു വഴി കാണിക്കാൻ ഫ്രണ്ട്സിനോടൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. എന്നുവെച്ചാൽ ഈ പേഴ്സൺ മെജോറിറ്റിയും ഫ്രണ്ട്സിനോടുള്ള ഒരു കോൺടാക്റ്റിലാണ് ഇരിക്കുന്നത്. വീട്ടുകാരെക്കാളും ഫ്രണ്ട്സിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ അവരോടെല്ലാം ഈ കാര്യം, ഫാമിലി സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് കുറേ പൈസ അടിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ആവാനും ചാൻസ് ഉണ്ട്. അതല്ല ഫ്രണ്ട്സ് ആണെങ്കിലും അതെ, ഫ്രണ്ട്സിന് വേണ്ടി മനസ്സറിഞ്ഞ് ചിലവാക്കുന്ന ഒരാളാണ്, മനസ്സിലായോ? അപ്പോൾ അവരാണ് അഡ്വൈസേഴ്സ് ഈ പേഴ്സൻ്റെ, മനസ്സിലായി? അതാണെങ്കിൽ ദീർഘവീക്ഷണമില്ലാത്ത ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ കൊണ്ട് കുഴി ചാടിയിട്ട് ഇഷ്ടംപോലെ പൈസയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പേഴ്സൺ ഫ്രണ്ട്സിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഫ്രണ്ട്സിൻ്റെ അഡ്വൈസസ് കറക്റ്റാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളെ പോലെ. വെർഗോ ഉണ്ട് ഇവിടെ, വെർഗോ മാത്രമേ ഉള്ളൂ സ്ട്രോങ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? ഹൈ പ്രീസ്റ്റസ് റിവേഴ്സും ഹെയറഫാൻറ്റും, അടിപൊളി. ഇത് ഭാര്യയും ഭർത്താവുമാണ് ശരിക്കും പറഞ്ഞാൽ. ഡിവൈൻ ഫെമിനിൻ, ഡിവൈൻ മാസ്കുലിൻ ആണിത്. അപ്പോൾ ഇവിടെ ഹെയറഫാൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൺസർവേറ്റീവാണ്, റിലിജ്യൻ. അതുപോലെ തന്നെ നിങ്ങൾ മാരേജിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പോകാൻ പറ്റില്ല. നിങ്ങൾ ഭയങ്കര ഇൻസെക്യൂറാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മതം നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നത് വിവാഹം ഭയങ്കര എന്താ പറയുക, ദൈവികമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം വിവാഹം കഴിച്ച് ഇതിനകത്ത് പോകാൻ പാടില്ല. നിങ്ങൾ പെട്ടുപോയി ഇതിനകത്ത്, മനസ്സിലാവുണ്ടോ? ഹെയറഫാൻറ്റ് പിന്നെയും ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് റിലിജ്യനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്. ദൈവികമായ കാര്യങ്ങൾ അതിങ്ങനെ റിലീജിയസ് കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ കുറേ സീക്രറ്റ്സ് ഇവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ബാലൻസ് കൊണ്ട്, കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് പോരാൻ പറ്റില്ല ഇതിനകത്ത് നിന്ന്. കാരണം നിങ്ങൾ മാരീഡ് ആണ്, ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവുമായിരിക്കും, സ്നേഹമില്ല. പക്ഷെ എന്നാലും ഇവിടെ നിന്ന് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. ഈ പേഴ്സണെ വിട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ. എന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും ഈ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ റെഡിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാവിഷ് എന്നല്ല, എന്നാൽ എന്താ പറയുക, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എത്ര പൈസയും ചിലവാക്കുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ. വർക്കഹോളിക് ആണ്, ജോലി എന്ന ഒരു ചിന്തയാണ്. ചില സമയത്ത് എന്താ പറ്റുന്നത്, ജോലി എന്ന് പറഞ്ഞ ഒരാൾ ഇരിക്കുമ്പോൾ
അയാളുടെ വീട്ടുകാർക്ക് ഇയാളെ കൊണ്ടൊരു ഗുണവും പൈസ മാത്രം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ്. നിങ്ങളുടെ വീട് നോക്കാൻ വേണ്ടിയാണ് പൈസ ഉണ്ടാക്കണേ. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഇമോഷണൽ സപ്പോർട്ടില്ല, ഒന്നുമില്ല. ഈ പേഴ്സൺ ആവശ്യം വരുമ്പോൾ ഈ പേഴ്സൺ അവൈലബിൾ അല്ല. അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും റൊമാൻറ്റിക് അല്ല എന്നൊക്കെ ഒരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡ്സും ഫ്രണ്ട്സിൻ്റെ വൈഫ്സും പെരുമാറുന്ന പോലെ അല്ല നിങ്ങളുടെ പേഴ്സൺ പെരുമാറുക എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വന്നു പോയി എന്നാണ് കണ്ടത് എന്തായാലും. അപ്പോൾ ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ്, ഈ പേഴ്സൺ വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ് ആണ്. അപ്പം നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പേഴ്സൺ. നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി വന്നതും എല്ലാം ഈ പേഴ്സൺ അറിയാം. പക്ഷെ എന്നാലും ക്ഷമിക്കാൻ റെഡിയാണ്. പക്ഷേ ഇവിടെ ഒരു ആക്ഷൻ എടുക്കാതിരിക്കുകയായിരുന്നു ഈ പേഴ്സൺ. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ ചിലപ്പോൾ നിങ്ങൾ ഒരു എബ്രോഡ് പോകാനുള്ള പ്ലാൻ അല്ലെങ്കിൽ ട്രാവൽ പ്ലാൻസ്, നിങ്ങളെയും കൊണ്ടൊരു എബ്രോഡ് പോകാനോ നിങ്ങൾ ഫാമിലിയായിട്ട് പുറത്തേക്ക് പോകാനോ ട്രാവൽ ചെയ്യാനൊക്കെ ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അതിന് ഡിസിഷൻ എടുത്തിട്ടില്ല. അപ്പോൾ അത് ആക്ഷൻ എപ്പോഴും നിങ്ങൾ പറയുന്ന ഇവിടെ നിങ്ങൾ ഒരു സ്ഥലത്തും പോകുന്നില്ല, ഫ്രണ്ട്സ് എല്ലാം അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, എന്നെ ഞങ്ങൾ എവിടെയും കൊണ്ടുപോകാറില്ല എന്നൊക്കെ കംപ്ലയിൻറ്റ്സ് എല്ലാം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ പേഴ്സൺ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. എന്തായാലും ഇതൊരു വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമായൊരു എനർജിയാണ്. ഉള്ളിലുള്ള പ്രശ്നങ്ങളൊന്നും പുറത്ത് കാണിക്കാത്തവരെല്ലാം ഉള്ളിൽ അടക്കി വയ്ക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്, ഒരു ജഡ്ജ്മെൻറ്റ്. ഓക്കെ, ഇനി സമയമായി ആക്ഷൻ എടുക്കാൻ എന്നൊരിത്. ഇഷ്ടംപോലെ പണമുണ്ട്, അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങളെ കൊണ്ടുപോകാം ഈ പേഴ്സൺ. അതിനുവേണ്ടിയായിരിക്കും ഈ പേഴ്സൺ വെയിറ്റ് ചെയ്തത്. എന്തായാലും എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ നിങ്ങളുടെ കണ്ണിൽ നോക്കുമ്പോൾ ഫ്രണ്ട്സിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നൊരു ചിന്ത, നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നും പൈസക്ക് തരാത്ത പോലത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. എന്തായാലും അവസാനം ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഈ സിറ്റുവേഷൻ്റെ റിസൾട്ട് എന്താണ് ഭഗവാനെ? സിറ്റുവേഷൻ്റെ റിസൾട്ട് എന്താണ്? ആർക്കും വിജയം ഉണ്ടാവില്ല ഇവിടെ, മനസ്സിലായോ? ഇത് എന്താ പറയുക, ഭയങ്കര ഈഗോ ഉള്ള രണ്ടുപേരാണ്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കാൻ പോകുന്നു. എന്നാലും ഈ റിലേഷൻഷിപ്പ് ഇവിടെ എൻഡ് ആവില്ല, ഇത് തുടർന്ന് പോകും കേട്ടോ. ഇവിടെ എംപ്രസ് ആണ്, ഗ്രോത്ത് ഉണ്ട് റിലേഷൻഷിപ്പിന്. പക്ഷേ രണ്ടുപേരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകേണ്ടി വരും. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച പോലെയാണ് കാര്യങ്ങളെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ഇവിടെ കേട്ടോ. പക്ഷേ ഈ റിലേഷൻഷിപ്പ് പൂക്കി എൻ്റെ കർമ്മം പൂച്ചയാണ്. ഇപ്പം നീ ഇടയ്ക്ക് വന്ന് വാതിലൊക്കെ അടച്ചിട്ട് എങ്ങോട്ട് കിടന്നു വെച്ചു പൊക്കോ, എനിക്ക് പൊക്കോ മോളെ, അല്ലേ പൊക്കോ, ഈ ജനലിൻ്റെ വഴി പൊക്കോ, പൊക്കോ, ഇതിൽ പോ, വാതിൽ തുറക്കാൻ പറ്റില്ല. ഭയങ്കര വൃത്തികെട്ട സ്വഭാവമാണ് നിൽക്കുക കേട്ടോ. ഒരു മിനിറ്റ് എന്നൊന്ന് തുറന്നു വിട്ടേക്കണം, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് പാട്ട് പാടി നമ്മൾ മട്ടാക്കും. പൊക്കോ, ഇതിലെ വെച്ചു എനിക്കും ഇറങ്ങടാ ചരി ഈശ്വര. പിള്ളേരെക്കാളും ഇഷ്ടമാണ് പൂച്ചകൾ. പിള്ളേര് കൊഞ്ചല് കൂടുതലന്മാർക്കെല്ലാം, പ്രത്യേകിച്ച് എന്നോട് വട്ടാക്കും എന്നിട്ട് എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എവിടെ നിൽക്കാൻ പോകുന്നില്ല. റിലേഷൻഷിപ്പ് അങ്ങനെ പേടിക്കേണ്ട. ഈ റിലേഷൻഷിപ്പിന് അവസാനം വരാൻ പോകുന്നില്ല. പക്ഷേ രണ്ടുപേരും തമ്മിലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല, അതിപ്പോഴും ഇല്ല, ഫ്യൂച്ചറിലും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ഇത് തുടർന്ന് പോകും. കാരണം എന്താ, രണ്ടുപേരും വിവാഹം എന്ന കൂതാശയിൽ വിശ്വസിക്കുന്ന രണ്ടുപേരാണ്. അപ്പോൾ അത് ദൈവികമായ ഒരു കാര്യമാണ്. ദൈവമായിട്ട് കൂട്ടിച്ചേർത്തത് മനുഷ്യരായിട്ട് തകർക്കാൻ പാടില്ല എന്നൊരു ചിന്തയുള്ളതുകൊണ്ട് രണ്ടുപേരും ഇതിനകത്ത് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ സ്കോർപ്പിയോ, ടോറസ്, ലീബ്ര, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പിന്നെ ടോറസ്, ക്യാൻസർ, സാജിറ്റേറിയസ്, വെർഗോ, പൈസീസ്, ടോറസ്, കാപ്രിക്കോൺ. ഇത് ഞാൻ പറഞ്ഞാണ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ റീഡിങ്. ഇത് ഞാനിവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ റീഡിങ്. ഇതാണ് രണ്ടാമത്തെ റീഡിങ് കേട്ടോ.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഇത്രയും ഓറക്കിൾ മെസ്സേജാണ് വന്നത്. ഇത് വരുന്നത് കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഇത് ശരിക്കും പറഞ്ഞാൽ തേർഡ് ഐ ചക്ര എന്ന് പറയും. അത് നിങ്ങളെ ബ്ലോക്ക് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്യണം എന്ന് വെച്ചാൽ അതിനെന്തൊക്കെയോ യൂട്യൂബിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനിതൊന്നും പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ദൈവത്തിൻ്റെ ഒരു ഇതിൽ വിടുന്ന ഒരാളാണ്. ഞാനിങ്ങനെ വേറെ കാര്യങ്ങളിലേക്കൊന്നും താന്ത്രികം അങ്ങനെയൊന്നും പോകാറില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് തേർഡ് ഐ ചക്ര ഓപ്പൺ ആവണമെങ്കിൽ അതിന് എസ്റ്റാബ്ലിഷ് എന്ന് വെച്ചാൽ ഹാർമണൈസിങ് ദി കാർഡ് എംഫസൈസസ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹാർമണൈസിങ് യുവർ തേർഡ് ഐ ചക്ര ടു എസ്റ്റാബ്ലിഷ് എ പ്രൊഫൗണ്ട് കണക്ഷൻ വിത്ത് ലോർഡ് ശിവ ആൻഡ് റിസീവ് ഹിസ് ബ്ലെസ്സിങ്സ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവമായിട്ട് കണക്ഷൻ ഉള്ള, നമ്മൾ ദൈവമായിട്ട് കണക്ഷൻ എങ്ങനെയാണ്? ദൈവമായിട്ട് ആത്മാർത്ഥമായിട്ട് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. ആദ്യം നമ്മളെ പ്രാർത്ഥനകൾ കേൾക്കുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ തന്നെ ദൈവമായിട്ട് നമുക്ക് കണക്ഷനായി. പിന്നെ ദൈവത്തിനോട് കണക്ട് ചെയ്യാനായിട്ട് ഉള്ളിൽ നിന്ന് ഏറ്റവും നല്ല ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമാണ്. മനസ്സിലാവണം, ഒരു നിവൃത്തികേട് വരില്ലേ, അപ്പം നമ്മൾ അങ്ങോട്ട് ഓന്നാവില്ലേ, ആ ഒരു ഫീലിങ്ങിലാണ് ദൈവമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. മനസ്സിലായോ? ആ ഒരു അതാണ്. അപ്പോൾ അത് തേർഡ് ഐ ചക്ര തുറക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു അത്രയും അങ്ങോട്ട് ഗതികെട്ട ഒരു സിറ്റുവേഷൻ വരും നമുക്ക് ജീവിതത്തിൽ. അപ്പോഴാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ആ കണക്ഷൻ നമ്മൾ നേരെ ദൈവത്തിലേക്ക് പോവുക. അപ്പോഴാണ് നമ്മളെ തേർഡ് ഐ ചക്ര തുറക്കുക എന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിലാവണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥന എല്ലാം കേൾക്കും ദൈവം. സെൽഫ് കെയർ, ടേക്ക് എ ബ്രേക്ക് ആൻഡ് റീജുവനേറ്റ്. അപ്പോൾ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാതെ വേറെന്തോ കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് നമ്മളുടെ ശരീരം ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, ഭക്ഷണം, ഉറക്കം, ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തിനൊക്കെ ഇഷ്യൂ വരും. മൗണ്ടൻസ്, അപ്പോൾ റിലാക്സേഷനും റെസൊല്യൂഷനും എന്ന് വെച്ചാൽ പർവ്വതങ്ങൾ എങ്ങനെയാണ് നമ്മളെ എന്ത് പ്രതിസന്ധി, അതാണ് കാറ്റിനെ പിടിച്ചു നിർത്തി നമ്മുടെ അവിടെ മഴ പെയ്യ്ക്കുന്നത് പർവ്വതങ്ങളാണ്. മനസ്സിലാവുണ്ടോ? മരങ്ങൾ വെള്ളൊലിപ്പ് തടയുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേച്ചറിന് വേണ്ടതാണ്. പർവ്വതം ഉറച്ചു നിൽക്കുന്നതാണ്, കാറ്റിനെ അങ്ങോട്ട് വിടില്ല, മഴമേഘങ്ങളെ പിടിച്ചു നിർത്തും. അപ്പോൾ എത്ര സ്ട്രോങ് ആണെന്ന് നോക്കുക. അതുപോലെ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്ത് പ്രതിസന്ധി വന്നാലും ഉറച്ചു നിൽക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്ത മിസ്റ്റേക്സിന് അതിനെ കുറ്റബോധം ഉണ്ടത് കൊണ്ട് മാത്രം അയ്യോ അത് പറ്റിപ്പോയി എന്ന് പറയാൻ ഒഴിവല്ല പറയേണ്ടത്. അതിന് കറക്റ്റ് ചെയ്യണം. നമ്മളെങ്ങനെ കറക്റ്റ് പ്രായശ്ചിത്തം ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളോട് നമ്മൾ വഴക്കിട്ടു, ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞാൽ നമ്മൾ അയാൾക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യുമോ, അയാളോട് മാപ്പ് പറയുകയോ, അയാൾക്ക് സന്തോഷമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ വേണം. ഫസ്റ്റ് നമ്മളെന്താണ്, നമ്മൾ തെറ്റ് ചെയ്തു എന്ന് ആക്സെപ്റ്റ് ചെയ്യണം. എന്നാലേ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ തിരുത്തണമെന്നാണ് പറയുന്നത്. പിന്നെ ദൈവം നമുക്ക് സിഗ്നൽ തരുന്നത് നമ്മൾ ഓരോ ശബ്ദങ്ങളും പിന്നെ ഓരോ ഡ്രീംസൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ വരുന്ന സ്വപ്നങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജി എന്താണെന്ന് നോക്കാം. ഭഗവാൻ, എനിക്ക് ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ. അത് നമ്മളെ ജീവിതം നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് അടുക്കും. പിന്നെ നമുക്ക് പേടി വേണ്ട. അതിനപ്പുറത്തൊരു ശക്തി വേറെ ഇല്ലല്ലോ. അങ്ങനെ ഓക്കെ. അപ്പോൾ എന്തായാലും ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. നമ്മൾ തീയിൽ കുറുക്കുന്നവരാകുമ്പോൾ വെയിലത്ത് വാടാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? അപ്പം അങ്ങനെ ആയിരിക്കണം മനുഷ്യർ. അതിനാണ് നമുക്ക് തിക്തമായ അനുഭവങ്ങൾ വരുന്നത്. അത് നമ്മൾ പഠിക്കുക, സ്ട്രോങ് ആവുക. സൂയിസൈഡ് ചെയ്യുകയല്ല വേണ്ടത്, ഒളിച്ചോടുകയല്ല വേണ്ടത്, പ്രതിരോധിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് വന്നേക്കുന്ന പേജ് ഓഫ് വാൻസ് റിവേഴ്സാണ്. അപ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പ് ഒരു ഡയറക്ഷൻ ഇല്ലാതെ, ഒരു എത്തുംപിടിയില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരു രസത്തിന് തുടങ്ങിയതായിരിക്കും. എന്നുവെച്ചാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ രണ്ടുപേരും ഒരുമിച്ചായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാത്ത ആൾക്കാർ, ചിലപ്പോൾ ചെറുപ്പക്കാരായിരിക്കാം, ചിലപ്പോൾ ഓൾറെഡി മാരീഡായ ആളുകളായിരിക്കാം, രണ്ടുപേരും വേറെ ആരോടോ മാരീഡായ ആളുകളായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു ഡയറക്ഷൻ ഇല്ല. പിന്നെ നിങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നുണ്ട്.
പിന്നെ ഇത് ശരിയാവില്ല എന്നുള്ള ആർക്കോ ഒരാൾക്കൊരു ചിന്തയുണ്ട്, ഇതൊന്നും ശരിയാവില്ല എന്നൊരു ചിന്തയുണ്ട്. പിന്നെ എന്തിനാണ് ഇതിൽ നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്തായാലും നോക്കാം. ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു അതോറിറ്റി ഫിഗറാണ് എംപറർ. അച്ഛനാണ്, കുട്ടികളുണ്ട്, മാരീഡാണ്, ഭയങ്കര പ്രൗഢിയുള്ള ഒരു എനർജിയാണത്. കുറച്ച് മെച്ചുവേർഡായ എനർജിയാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് ഇവിടെ എല്ലാം നേടിയെടുക്കണം. ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യണം. എല്ലാം കൊണ്ടും സാറ്റിസ്ഫാക്ടറി ആയ ഒരു റിലേഷൻഷിപ്പിൽ പോകണം എന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് എത്താൻ എന്താണ് വഴി എന്നറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഇവിടെ ഏരീസ് ആണ് സോഡിയാക് സൈൻ കാണിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് നോക്കാം. ഓക്കെ, നിങ്ങൾക്കാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് വേണമെന്ന ആഗ്രഹമുള്ളത്. ഹെൽത്ത്, വെൽത്ത്, വൈഫ്, ഹസ്ബൻഡ്, ചിൽഡ്രൻ, നല്ലൊരു ഫാമിലി, അതൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക്. പക്ഷേ അതിലേക്ക് അടുക്കാൻ പറ്റില്ല. ഇതിന് ഒരു ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറല്ല. അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അപ്പം നിങ്ങളാണ് ഇവിടെ ആഗ്രഹമുള്ള ആൾ. പക്ഷെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നതിനാ പിന്നെ ഡെത്ത് അത് കഴിഞ്ഞു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ പുറമേ നിങ്ങൾ ആൾക്കാരെ നോക്കുമ്പോൾ ഇവിടെ വളരെ ഹാപ്പി ആയൊരു ഹസ്ബൻഡ്, വൈഫും, ഫാമിലി, പിള്ളേരും, പണമെല്ലാം ഉള്ള. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇത് തീർന്നു എന്നാണ്. എന്നിട്ടും പിടിച്ച് കിടക്കുന്ന പോലെ അതിനകത്ത്. കാരണം ഒരിക്കൽ ഇവിടെ സ്നേഹമുണ്ടായിരുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയില്ല. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങളുടെ ഇപ്പോൾ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ലവ് ഉണ്ട്. 2 ഓഫ് കപ്സ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ പാഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഒരു ആക്ഷൻ എടുക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്താണ് ആക്ഷൻ എടുക്കുക? അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല. ഈ പേഴ്സൺ ഓവർ കമ്മിറ്റഡ് ആണ്. ഈ പേഴ്സണ് വേറെ ഫാമിലി ഉണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാത്തത്. അതുകൊണ്ടാണ് ഡിലേ. ഇവിടെ കമ്മിറ്റ്മെൻറ്റ് തരാത്തതും ഓൺ ആൻഡ് ഓഫ് നിൽക്കുന്നതും ഇതുകൊണ്ടാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കോളാമെന്നായിരിക്കും പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഇതൊരു പ്ലെയർ എനർജിയാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ നീ പേടിക്കണ്ട, നിന്നെ ഞാൻ നോക്കിക്കോളാമെന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലാണെന്ന് വെച്ചാൽ നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമാണ് നിന്നോട്. പക്ഷെ നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതിനാൽ ഏകദേശം അതുപോലത്തെ ജീവിതമായിരിക്കും നമ്മളുടെ എന്നാണ് ഇവിടെ ഒരു 4 ഓഫ് വാൻഡ്സ്. ഈ ഒരു കല്യാണം കഴിച്ച ഒരാളായതുകൊണ്ട് മാത്രമാണ് ഈ പേഴ്സണ് നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റാത്തത്. പക്ഷേ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. കാരണം ഒരു വിവാഹം കഴിച്ച ആളോട് നമ്മൾ റിലേഷൻഷിപ്പ് വയ്ക്കുമ്പോൾ നമ്മളുടെ ആവശ്യത്തിനൊന്നും അയാളെ കിട്ടില്ല. അയാളുടെ ഫാമിലി ഉണ്ട്. മനസ്സിലായി? അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ എന്നാലും വിടുന്നില്ല. നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇഷ്ടമാണ്. ഇവിടെ സോഡിയാക് സൈൻ കാണിക്കുന്നത് സ്കോർപ്പിയോ, ഏറീസ് ആണ് രണ്ടെണ്ണം വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്നാൽ 2 ഓഫ് കപ്സ് ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ പിടിച്ചു തൂങ്ങുകയാണ്. പക്ഷെ ഇവിടെ ഒരു മാരേജിൻ്റെ പോസിബിലിറ്റി ഇല്ല. നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ സാധ്യതയില്ല നിങ്ങൾക്കറിയാം. എന്നാലും ഇവിടെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ റിലേഷൻഷിപ്പ് ഇതിലും മോശമാവാൻ ഇനി വേറെ കാര്യമില്ല. ഞാൻ എല്ലാം അനുഭവിച്ചു, ഇനി ഒന്നും കൂടുതൽ ഇതിൽ വരാനില്ല, അതുകൊണ്ട് ഇതിൽ തന്നെ മതി എന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. അതുകൊണ്ടാണ് 10 ഓഫ് സോൾസ് ഓൾസോ റിവേഴ്സ് വന്നേക്കുന്നത്. ചിലപ്പോൾ ആദ്യം റിലേഷൻഷിപ്പ് വന്നപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഈ പേഴ്സൺ മാരീഡ് ആണെന്നും കുട്ടികളുണ്ടെന്നും. പിന്നീടായിരിക്കും ചിലപ്പോൾ ഇതൊരു സീക്രട്ടായിട്ട് നിങ്ങൾ പിന്നീടായിരിക്കും അറിഞ്ഞത്. എന്തായാലും നിങ്ങളിത് ആക്സെപ്റ്റ് ചെയ്തൊരു സിറ്റുവേഷനാണ്. മനസ്സിലായോ? പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണായിട്ടൊരു മാരേജ് നടക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നാലും ഇത്രയും വർഷങ്ങളായതുകൊണ്ടായിരിക്കാം ഈ സിറ്റുവേഷനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ മൈൻഡ് ഗെയിംസ് കളിക്കുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളോട് കള്ളത്തരം കാണിച്ചു എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഇത് നിങ്ങൾ പരസ്യമായിട്ട് ഇത് കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഉള്ളിൽ ഈ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ കേട്ടോ. ഇതൊരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഈ പേഴ്സണെ സ്പൈ ചെയ്യുന്നുണ്ട് ഇപ്പോഴും.
പുറമെ നിങ്ങളിത് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോഴും ഈ പേഴ്സൺ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ആരുടെ കൂടെയാണ്, എങ്ങനെയാണ് ജീവിതം, വേറെ ഞാനും ഈ പേഴ്സൻ്റെ ലൈഫിലുള്ള പാർട്ട്ണറും അല്ലാതെ വേറെ തേർഡ് പാർട്ടി ഉണ്ടോ, ഈ പേഴ്സൺ ഒരു പ്ലെയർ എനർജി ആണെന്നാണ് കാണിച്ചത് ഇവിടെ. പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ നിങ്ങളെ നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഇല്ലെങ്കിലും പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുകയല്ല, അല്ലാതെ നിങ്ങളെന്താണ്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് എന്നൊക്കെ ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ധൈര്യമില്ല, കാരണം നിങ്ങളിത് വേണ്ടാന്ന് വെച്ച പോലെ, നിങ്ങൾ കണക്ഷൻ വിച്ഛേദിച്ച പോലെയാണ്. വഴി ഓപ്പൺ ആണ്, പക്ഷേ കണക്ഷൻ, നിങ്ങൾ അങ്ങോട്ടൊരു കോൺടാക്റ്റും ഇല്ല. ഇപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്. 10 ഓഫ് കപ്സ് നിങ്ങളിൽ നിന്നാണ് കിട്ടുന്നതെന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല, പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് വിടണോ ആ പേഴ്സൺ അറിയില്ല. കാരണം നിങ്ങൾ ഇവിടെ ഒരു അകന്ന് നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പരസ്യമായിട്ട് എനിക്ക് മതിയായി, ഞാനിവിടെ ഇല്ല, ചിലപ്പോൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടാവും ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്കിവിടെ നിർത്താം. പക്ഷേ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഈ പേഴ്സൺ ഉണ്ട്, വേറെ ആരുമില്ല. മനസ്സിലായി? നിങ്ങൾക്കൊരു വിവാഹ ജീവിതം വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ നോക്കുന്നുണ്ട്, നിങ്ങൾ ഡിസിഷൻ എടുത്തിട്ടില്ല. സ്പൈ ചെയ്യുന്നൊന്നുമില്ല, സ്റ്റോക്ക് ചെയ്യുന്നു, അങ്ങനെയൊന്നുമില്ല. സ്റ്റോക്ക് ചെയ്യാന്നുള്ളത് നമ്മളെ പേടിപ്പിക്കുന്ന പോലെ, നമ്മളെവിടെ പോയാലും നോക്കുമ്പോൾ ഈ പേഴ്സൺ അവിടെ കാണില്ലേ. അപ്പോൾ ചിലപ്പോൾ ഈ സ്റ്റോക്കേഴ്സ് എന്ന് പറയും, STALKERS. അതല്ല, ഈ പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ്, ഒരു വഴി കാണുന്നില്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങാനും കണ്ടിന്യൂ ചെയ്യാനും. അതിൽ ഈ പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് കേട്ടോ. പക്ഷേ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ സ്പൈ ചെയ്യുന്നൊന്നുമില്ല. നിങ്ങളെന്താണ് ചെയ്യുന്നത്, ആരുടെ കൂടെയാണ്, ഒന്നും നോക്കുന്നില്ല ഈ പേഴ്സൺ കേട്ടോ. ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, വെർഗോ, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് കാണുന്നത്. ഇനി ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് വരാൻ പോകുന്നത് നോക്കാം. ഇതിൻ്റെ റിസൾട്ട് എന്താണ് വരാൻ പോകുന്നത് നോക്കാൻ. 2 ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കും കേട്ടോ. ഈ പേഴ്സൺ ഇതുവരെ ഡിസിഷൻ എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് മിക്കവാറും ഈ പേഴ്സൺ വരാൻ വഴിയുണ്ട്. ഒരു കാര്യം ചൂസ് ചെയ്യാനാണ് ഈ പേഴ്സൺ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എവിടെയാണെന്ന് ഇപ്പോൾ അറിയില്ലായിരിക്കും, നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഡോട്ടർ ഓഫ് കപ്സ് ഒരു അപ്പോളജി തരിക എന്നാണ്. അപ്പോളജി. 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് തേടുന്നുണ്ട് നിങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ്. കാരണം ഈ പേഴ്സൺ അന്വേഷിച്ചിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒന്നും അന്വേഷിച്ചില്ല. നിങ്ങൾ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് സ്റ്റേറ്റസ് ഈ പേഴ്സൺ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പ്ലാൻ എടുത്തിട്ട്, കാരണം പ്ലാൻ ഇല്ല, എന്താണ് ഇനി എന്താ ചെയ്യാൻ പോണം, ഞാൻ ഓൾറെഡി മാരീഡാണ്, അപ്പോൾ പിന്നെ ഇത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അവസാനം ഈ പേഴ്സൺ നിർബന്ധിതനാവും അല്ലെങ്കിൽ നിർബന്ധിതയാവും നിങ്ങളെ കണ്ടുപിടിക്കാനും നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ട് വന്ന് സംസാരിക്കാനാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോളജി വരുന്നുണ്ട്, ക്ഷമാപണം നടത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള പെരുമാറ്റം ശരിയായിട്ടില്ല, നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ നിങ്ങൾ അർഹിക്കുന്ന ഒരു റെസ്പെക്റ്റും സ്നേഹമൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളൊരു ഓപ്ഷനായിട്ടാണ് കണ്ടേക്കുന്നത്. അപ്പോൾ തിരിച്ചറിവ് വരുന്നുണ്ട് ഈ പേഴ്സണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് അപ്പോളജി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സോഡിയാക് സയൻസ് ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പോൾ ഇതോടെ ഞാൻ രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ കാറ് പോയതാണ്, സോറി. രണ്ടാമത്തെ റീഡിങ് ഞാനിവിടെ നിർത്തുകയല്ല, കഴിഞ്ഞു. അപ്പോൾ ഇതൊരു പ്ലെയർ എനർജിയാണ്. ചില സമയത്ത് എന്ത് പറ്റുന്നത്, തമാശയ്ക്ക് നമ്മൾ തുടങ്ങുന്ന കാര്യങ്ങൾ നമ്മൾക്ക് നഷ്ടമാവുമ്പോഴാണ് നമുക്കതിൻ്റെ വില മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഉഴപ്പായ ഒരാൾ ആരെയോ ഇഷ്ടപ്പെട്ടു, പക്ഷേ അവരായിട്ട് കയറി സീരിയസ് ആയി. അതാണ് പ്രശ്നം, പണി അയക്കുന്ന ഇവിടെ ഈ പേഴ്സൺ നിങ്ങളോട് സീരിയസ് ആണ് ഈ പേഴ്സൺ. അപ്പോൾ നമുക്ക് ഫൈനൽ റീഡിങ്ങിലേക്ക് പോവാം. ഫൈനൽ റീഡിങ്ങിൻ്റെ ജപമാലയാണിത്. അപ്പോൾ നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം എന്താണെന്ന്.
ഒരു കാർഡാണ് വന്നേക്കുന്നത്, അത് വലിയൊരു കാർഡാണ്, ഡിസ്ട്രോയർ, മേജർ ചേഞ്ച്. അപ്പോൾ എന്തോ ഒരു ഡിസ്ട്രക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം നിങ്ങൾ പണിത് ഉയർത്തിക്കൊണ്ട് എന്തോ ഒരു സാധനം അടിച്ച് തകർക്കാൻ പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു മേജർ രണ്ടാമത് നിങ്ങൾ തുടങ്ങേണ്ടി വരും. ഇതുവരെ പൊക്കിക്കൊണ്ട് വന്ന കാര്യങ്ങൾ, എന്താ വീട് പണിയോ എന്തോ റിലേഷൻഷിപ്പ് ആണെങ്കിലും അതൊക്കെ അടിച്ച് തകർക്കാൻ പോവുകയാണ്. പുതിയതായിട്ടൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണത്. നാശനഷ്ടം ഉണ്ടായിക്കഴിയുമ്പോഴാണ് അവിടെയൊക്കെ മെഴുകി ഇതാക്കി രണ്ടാമത് നമ്മൾ തുടങ്ങുക. അപ്പോൾ അതുപോലെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു വലിയൊരു നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതൊരു ഭീകരമായ ചേഞ്ച് ആയിരിക്കും. അത് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ചാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഈ കളറാണ് മാറിയത്. ഒരു പുതിയൊരു ആക്ഷൻ, ഒരു പാഷനറ്റ് പ്രോജക്റ്റ്. ഏസ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് പാഷനാണ് കാണിക്കുന്നത്. ആക്ഷൻ, പാഷൻ, ഫയറാണിത്. അപ്പോൾ ഇതാണ് കാണുന്നത് പുതിയൊരു തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റിൽ വല്ല ആയിരുന്നു. വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. കിങ് ആണ്, കിങ് ഓഫ് കപ്സ്. ഈ കിങ് എന്ന് പറഞ്ഞാൽ വളരെ കെയറിങ് ആയൊരു എനർജിയാണിത് കേട്ടോ. അതുപോലെ തന്നെ 9 ഓഫ് വാണ്ട്സും ഉണ്ട്. 9 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ വളരെ മോശമായൊരു സിറ്റുവേഷൻ, പക്ഷെ അതിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന പല തിക്താനുഭവങ്ങളും ഉണ്ടായി, പല മുറിവുകളുണ്ടായി മനസ്സിനും ശരീരത്തിനുമൊക്കെ. പക്ഷെ എന്നാലും അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് ആ റിലേഷൻഷിപ്പിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു റിവേഴ്സാണ്. നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ റെഡിയാണ്. അപ്പം നിങ്ങൾ പ്ലെയർ അല്ല, നേരത്തെ നിങ്ങൾ കാരണമാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. നിങ്ങളാണ് ഈ പേഴ്സണ് തിക്താനുഭവങ്ങൾ കൊടുത്തത്, അറിയില്ല. എന്തായാലും അതിൽ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുക. അപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണോ ഇത്? ഒരു തിക്താനുഭവങ്ങൾ കൊടുത്ത എനർജി നിങ്ങളുടെയാണ്. നിങ്ങളിപ്പോൾ ആക്ഷൻ എടുക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പക്ഷേ കുറച്ചൊരു ഡിസിപ്ലിൻ വേണം. അതുപോലെ തന്നെ നിങ്ങളൊരു സ്റ്റക്കായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് കൊടുക്കാമെന്നല്ല നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ അവിടെ നിന്ന് എന്ത് കിട്ടാം എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അവിടെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട്. നമ്മൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവാം. നമ്മളെപ്പോഴും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ ആലോചിക്കാറില്ല. ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കാറല്ലേ. ആ പേഴ്സൺ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അത് നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനത്തെ ഒരു എനർജി, ഭയങ്കര ശാഠ്യമുള്ള, ഭയങ്കര വാശിയുള്ളൊരു എനർജി. അപ്പോൾ നിങ്ങളുടെ വാശിക്കാണോ നിങ്ങളിത് അബാൻഡൻ ചെയ്ത റിലേഷൻഷിപ്പ്? 10 ഓഫ് സ്വേർഡ്സ്. ഇവിടെ ചതിയും വഞ്ചനയൊക്കെ ഉണ്ടായിരുന്നു, അത് തകർന്ന് റിലേഷൻഷിപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തിരിച്ചു വരാനുള്ള ഒരു വഴി അന്വേഷിക്കുകയാണ് നിങ്ങൾ. എന്തോ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് നാശമായി എന്ന് പറയാം. ഈ പേഴ്സൺ ആണെങ്കിലും ഇപ്പോൾ സിറ്റുവേഷൻ 10 ഓഫ് വാണ്ട്സ്. പേഴ്സൺ ഇതൊരു പ്രാരാബ്ധമായിട്ടല്ല നിൽക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളോട് ഒരു ആക്ഷൻ എടുത്തില്ല. ഒരു കാര്യവും ഈ പേഴ്സൺ വഴക്ക് തുടങ്ങാറില്ല. നിങ്ങൾ തുടങ്ങും, ഈ പേഴ്സൺ ഡിഫെൻഡ് ചെയ്യും. അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ എപ്പോഴും ഡിഫെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, മനസ്സിലായി. അല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്തിയോ നീയാണ് കാരണം അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തൊരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ പ്ലാനിങ്ങിലാണ്, പ്ലാനിങ് തുടങ്ങണം എന്നുണ്ട്. ഇവിടെ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ കാണിക്കുന്നുണ്ടോ, റിവേഴ്സാണ്. അപ്പോൾ ഈ പേഴ്സണും ഇപ്പോൾ ഒറ്റയ്ക്കുള്ള ജീവിതം മതിയായി എന്നാണ് പറഞ്ഞത്. ഒരു പ്രയോറിറ്റിയൊക്കെ ചെയ്യണം. അപ്പോൾ റിലേഷൻഷിപ്പിൽ റീകൺസിലിയേഷൻ ഈ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും ആരുടെ എനർജി എന്നറിയില്ല, നിങ്ങളുടെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നറിയില്ല. ഞാൻ നിങ്ങളെന്ന് പറഞ്ഞാണ് ഇവിടെ റീഡ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ എനർജി, രണ്ട് എനർജീസും ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വെർഗോ, ക്യാൻസർ, സ്കോർപ്പിയോ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ പേഴ്സണായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഭയങ്കര സ്ട്രെസ്സാണ് നിങ്ങൾക്ക്. സ്ട്രെസ്സ് മാത്രമല്ല, ഇവിടെ ഒരു കള്ളത്തരം നടന്നുണ്ട്. നിങ്ങളെന്തോ 2 പേരായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിട്ടുണ്ട്. എന്തോ ഒരു കള്ളത്തരം.
ചീറ്റ് ചെയ്തിട്ടുണ്ട് ഈ പേഴ്സണ് ഭയങ്കരമായിട്ട്. അതുകൊണ്ടാണ് 10 ഓഫ് വേർഡ്സ് വന്നത്. ആ കുറ്റബോധം നിങ്ങൾക്കുണ്ട്, അതാണ് നിങ്ങളെ ഉറക്കാൻ സമ്മതിക്കാത്തത്. പക്ഷേ നിങ്ങൾക്ക് റീകൺസിലിയേഷൻ വേണം. കാരണം ഇതിലും നല്ലൊരാളെ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ വേറൊരാളെ ട്രൈ ചെയ്തിട്ട് അയാൾ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ തിരിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം. ഈ ഒരു മാരേജ്, അപ്പോൾ മാരേജിലാണോ നിങ്ങൾ കള്ളത്തരം കാണിച്ചത്? ഇവിടെ ഈ ഉറക്കമില്ലാത്ത നിങ്ങൾ കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് 2 വഞ്ചിയിൽ കാലിട്ട് നിന്നു. ഇവിടെ കാണിക്കുന്നത് 6 ഓഫ്, ഈ വിവാഹത്തിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ, ഈ വിവാഹം ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സ്വരുമയായിട്ട് മുമ്പോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾ ഈ പേഴ്സൺ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നുണ്ട്. ഈ പേഴ്സണൽ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ, പേഴ്സൺ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങുന്നുണ്ടോ എന്നൊക്കെ ഈ പേഴ്സൺ അറിയാതെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവരോട് ചോദിക്കുന്നൊക്കെ ഉണ്ടാവാം. ഇവിടെ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്, പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, കൺഫ്യൂഷനാണ്. ഈ പേഴ്സൺ സ്നേഹമുണ്ട്, സ്നേഹമല്ല, തിരിച്ചു വരണം, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വയ്ക്കണം. കാരണം ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടില്ല ഈ പേഴ്സൺ. പക്ഷേ ഇവിടെ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ല, കൺഫ്യൂഷനാണ്. ഈ പേഴ്സൺ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അപ്പോൾ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ ഈ പേഴ്സണെ നിങ്ങൾക്ക് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്? എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടില്ല ഈ പേഴ്സണ് കൂടുതൽ കുറച്ചും കൂടെ ആലോചിച്ച കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു ബ്രേക്കിലാണ്. എന്ന് വെച്ചാൽ ഞാനിത് തീരുമാനിച്ചിട്ടില്ല ഇതിൻ്റെ കാര്യം, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നാണ്. കാരണം ഇത് പിന്നെയും ഇതുപോലുള്ള പ്രശ്നങ്ങളായ പിന്നെയും പണിയാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണെങ്കിൽ അത് മാത്രമേ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഈ പേഴ്സൺ സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്സാണ്. ഇവിടെ പേഴ്സൺ ഓഫറൊന്നും തരുന്നില്ല. ഇപ്പോൾ ലവിൻ്റെ ഓഫർ ഒട്ടും തരുന്നില്ല. ഒരു ന്യൂ ഓഫേഴ്സ് ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് വരുന്നില്ല. കാരണം ഈ ഒരു ഫീലിങ്സ് ഇല്ല, നിങ്ങളോട് സ്നേഹമില്ല. നിങ്ങൾക്കൊരു ഓഫർ തരാൻ ഈ പേഴ്സൺ റീകൺസിലിയേഷൻ ഓഫർ തരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ റീകൺസിലിയേഷൻ ചെയ്താൽ കൊള്ളാമെന്ന് ഈ പേഴ്സൺ ഉണ്ട്. നിങ്ങളാണല്ലേ ഇറങ്ങിപ്പോയത്, അത് ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ്, നിങ്ങളല്ലേ ഇറങ്ങിപ്പോയത്, അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ഈ പേഴ്സൺ ഒരു ഓഫറും നിങ്ങൾക്ക് തരുന്നില്ല. ഈ പേഴ്സണ് സ്ട്രെസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ തിരിച്ച് ലൈഫിലേക്ക് വന്നാൽ ഇതിലും പ്രശ്നമാകുമോ, അതോ നിങ്ങൾ സ്വഭാവം മാറിയിട്ടാണോ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതെന്നൊക്കെ ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. ഇവിടെ മേജർ അർക്കാനോ ഒന്നുമില്ല. അപ്പോൾ ഈ പേഴ്സൺ ഒരു ഓഫറും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലാണ് തെറ്റെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് റിസൾട്ട് വരാൻ പോകുന്നത്? 3 കാർഡ്സ് ഓൾറെഡി വന്നു. ക്വീൻ ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്, ഇതൊരു സ്ത്രീ, നിങ്ങളൊരു പുരുഷനാണോ ഈ റീഡിങ് കാണുന്ന ആൾ? ഇതൊരു സ്ത്രീയാണ്. കാരണം ഇവർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരെ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളെ ഡിവോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടോ വേറെ ആരുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചോ ഒന്നും ചെയ്തിട്ടില്ല ഈ എനർജി. അവർ പക്ഷേ ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവാനും സെൽഫ് കെയർ ചെയ്യാനുമാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുണ്ടോ? മാരേജിൽ നിന്നുകൊണ്ട്, ഡിവോഴ്സിനൊന്നും അവർ പോകുന്നില്ല, മാരേജിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ ഇനി നിങ്ങൾ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇവരെ സമ്മതിക്കില്ല. ഇവർക്ക് ഇവരുടെ ഇൻഡിപെൻഡൻസ് കിട്ടി, ഫ്രീഡം കിട്ടി. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ അത്ര ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. നിങ്ങൾ ഭയങ്കര മാനിപ്പുലേറ്റീവാണ്. വാക്കുകൾ മാത്രം, പറയൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഇവർ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങളെ. പക്ഷേ അവരുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് നോക്കുന്നത്. ഒരു സ്ത്രീ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ എനർജി ആവാം, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ എനർജിയും ആവാം കേട്ടോ. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെയാണ്, പക്ഷെ കൂടെ ചേർന്നുള്ള പരിപാടി ഇല്ല എന്നാണ് പറയുന്നത്. ഇനി തിരിച്ചൊരു റിലേഷൻഷിപ്പിലേക്ക് വരവ് നടക്കില്ല, പക്ഷെ ഡിവോഴ്സ് ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം നിങ്ങളെ വിശ്വാസമില്ലാത്തതുകൊണ്ട്. ഇവിടെ ജെമിനായി ഉണ്ട്. ഇതാണ് ഫൈനൽ റീഡിങ്. ഭഗവാനെ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സോഡിയക് സൈനൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ റീഡിങ് തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഈശ്വരൻ തരാനിടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഡിസ്ട്രക്ഷൻ കാണിച്ചത് കണ്ടോ. ഭഗവാനെ ഓക്കെ,
ഈശ്വരൻ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും തരാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിംഗ് നിർത്തുകയാണ്. ടേക്ക് കെയർ. ഓക്കെ, പിന്നെ ഇനിയൊരു റീഡിങ്ങുമായിട്ട് വരുമ്പോൾ കാണാം. ബൈ ബൈ.